ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മരമുല്ല, ഓറഞ്ച് ജാസ്മിൻ, മുറയ ജാസ്മിൻ, കാമിനി മുല്ല എന്നൊക്കെ പല വിളിപ്പേരുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ അതിഥി. നല്ല മണമുള്ള മഞ്ഞ കലർന്ന വെള്ളപ്പൂക്കളുള്ള നല്ലൊരു ചെടിയാണിത്. കൂടാതെ കറിവേപ്പുമായി വളരെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ കാട്ടുകറിവേപ്പ് എന്നും അറിയപ്പെടുന്നു. അലങ്കാര ചെടിയായി വളർത്തുമ്പോൾ കുറ്റിച്ചെടി ആയിട്ടാണ് ഈ ചെടിയെ കാണാറുള്ളത്. നല്ല മഴക്കാലം കഴിയുന്നതോടെ ഈ ചെടി നിറയെ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് നിറയും. പൂ വന്നു കഴിഞ്ഞ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റാൻ പാടില്ല കേട്ടോ. ഒരിക്കൽ പൂ വന്ന ഭാഗത്തു നിന്ന് 2-3 തവണയൊക്കെ പുതിയ പൂക്കൾ വരും. പുതിയ പൂക്കൾ ചെടിയിൽ വരുമ്പോൾ പഴയ പൂക്കൾ കൊഴിഞ്ഞു വീണ് ചെടിയുടെ അടിഭാഗം നിറഞ്ഞു കിടക്കും. ചുവന്ന നിറമുള്ള കായ്ക്കുള്ളിൽ 1-2 വിത്തുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷികൾ കഴിക്കുന്ന വിത്ത് വഴിയാണ് പ്രധാനമായും വംശവർധന നടക്കുന്നത്. കമ്പുകൾ മുറിച്ചു വെച്ചും പതി വെച്ചും പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഔഷധ ഗുണമുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഔഷധമായും ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കറിവേപ്പ് പോലെ മരമുല്ലയെ കറികളിലും ഇടാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നുണ്ട്. നല്ല സുഗന്ധം പരത്തുന്ന ഒരു ചെടി കൂടിയാണിത്. നമ്മുടെ കഴിവനുസരിച്ച് ഷേപ്പ് ചെയ്ത് നമുക്കിതിനെ നിർത്താൻ കഴിയും. 4 സൈഡിലും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിലാകണം ഈ ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട്. കൂടാതെ ബോൺസായി ആയും വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ. വെള്ളം വാർന്നു പോകുന്ന മണ്ണു തന്നെ ഈ ചെടിക്ക് അത്യാവശ്യമാണ്. അത്യാവശ്യം ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇട്ട് കൊടുത്താൽ ഇതേപോലെ നിറയെ പൂക്കൾ വരും കേട്ടോ. അപ്പം നമ്മുടെ ചെടി ഇതേ പൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ പൂക്കളൊക്കെ 2-3 പൂവൊക്കെ ആയിട്ടാണ് വരുന്നത്. നിറയെ മൊട്ടുകൾ വരുന്നുണ്ട്. കാമിനിമാരെ വശീകരിക്കാൻ കഴിവുള്ള മുല്ല ആയതുകൊണ്ട് തന്നെ കാമിനി മുല്ല എന്നും ഇതിന് പേരുണ്ട് കേട്ടോ. വളരെ കുറച്ച് കാലങ്ങൾക്ക് മുൻപേ നമ്മുടെ പൂന്തോട്ടമെല്ലാം നാടൻ പൂക്കളും നാടൻ ചെടികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂന്തോട്ടങ്ങളെല്ലാം നല്ല സുഗന്ധമേറിയതുമായിരുന്നു. ഇടക്കാലത്ത് വെച്ച് അത്തരം ചെടികളെല്ലാം ഒട്ടുമിക്ക എല്ലാ പൂന്തോട്ടങ്ങളിൽ നിന്നും പോയി ഹൈബ്രിഡ് മിനിയേച്ചർ വെറൈറ്റികളെല്ലാം സ്ഥാനം പിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അപ്പം നമ്മുടെ പൂന്തോട്ടങ്ങളിലേക്ക് വീണ്ടും നല്ല സുഗന്ധം പരത്തുന്ന ചെടികൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് അത്യാവശ്യം നല്ലൊരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ തന്നെ വീടിന് നല്ലൊരു ഭംഗി കൂടിയാണ്. കൂടാതെ നമ്മുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ സന്തോഷം നിറയുന്ന കാര്യം കൂടിയാണത്. അപ്പോൾ ചെടികളെല്ലാം വാങ്ങി നമ്മുടെ പൂന്തോട്ടങ്ങളെ മനോഹരമാക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് മുന്നിലേക്ക് ഞാൻ ഈ കാമിനി മുല്ലയെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, അറിയാത്തവരും ഉണ്ടായിരിക്കും. വളരെ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് ഒരുപാട് പൂക്കൾ കൊണ്ട് നല്ല സുഗന്ധം നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നിറയ്ക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത്. ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഓരോന്നും വാങ്ങി വെച്ചോളൂ കേട്ടോ. ഓരോ വർഷം ചെല്ലും തോറും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരും. നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണിത്. ചെടി നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അടിവളമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഇതിനകത്തേക്ക് കാര്യമായ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ആ ഒരു അടിവളത്തിൻ്റെ ബലത്തിൽ നമ്മുടെ ചെടി നല്ല കരുത്തോടു കൂടി തന്നെ വളർന്ന് നിറയെ പൂക്കൾ തരികയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. മറ്റ് നല്ലൊരു വിശേഷവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.